ഓപ്പറേഷൻ ദുരന്തറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ പോയി അവരുടെ നീക്കങ്ങൾ അറിയാൻ ഒരു സ്പൈ അവിടെ എത്തുന്നു. നിരവധി തീവ്രവാദികൾ ഉള്ള അവിടെ ആർക്കും സംശയിക്കാതിരിക്കാൻ വേണ്ടി അവനൊരു ജ്യൂസ് കടയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ അവിടെയുള്ള മെയിൻ ഗ്യാങ്ങിന്റെ ഡീറ്റെയിൽസ് ആ കടയുടമയുടെ പക്കൽ നിന്നും അറിയുന്നു. അതുപോലെ അവിടുത്തെ മെയിൻ ഗ്യാങ്സ്റ്ററിനെ അടുത്തറിയാൻ റഹ്മാൻ ബല്ലോച്ചയുടെ ഗ്രൂപ്പിൽ ചേരാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി റഹ്മാന്റെ മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ കളിച്ചെങ്കിലും അവൻ മരിച്ചു പോകുന്നു. തന്റെ മകനെ രക്ഷിക്കാൻ ശ്രമിച്ച് അവനെ റഹ്മാന്റെ കൂടെ കൂട്ടുന്നു. ഹംസ എന്ന വ്യാജ പേരിലായിരുന്നു അവൻ അറിയപ്പെട്ടത്. ശേഷം അവിടെ ഉള്ളവരുമായി കൂടുതൽ അടുക്കാൻ അവിടെയുള്ള ഒരു പൊളിറ്റീഷ്യന്റെ മകളുമായി ഹംസ പ്രണയത്തിലാവുന്നു. അവസാനം അവളെ ഹംസ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഇരിക്കെ വേറെ ഒരു ഗാങ്സ്റ്ററിന് വേണ്ടി ഹംസ ഗൺ സപ്ലൈ ചെയ്യാൻ പോകുന്നു. അവിടെ വെച്ചായിരുന്നു അതൊക്കെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഗണ്ണാണെന്ന് അവന് മനസ്സിലായത്. ഇന്ത്യയിലേക്ക് അവൻ ഈ വിവരം അറിയിച്ചെങ്കിലും അവർ ആ പ്ലാൻ വഴിയല്ലാതെ ഇന്ത്യയിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. മുംബൈയിലെ താജ് ഹോട്ടലായിരുന്നു ആക്രമിച്ചത്. ഈ സംഭവം ലൈവായി കണ്ട റഹ്മാനും ടീമും വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ നമ്മുടെ സ്പൈ ഇത് കണ്ട് വളരെ വിഷമിക്കുന്നു. അതിനാൽ റഹ്മാൻ ബല്ലോച്ചി എത്രയും പെട്ടെന്ന് കൊല്ലാനായി അവന്റെ ചോര തിളക്കുന്നു. അടുത്ത ദിവസം അവന്റെ പ്ലാൻ വർക്ക് ചെയ്യുന്നു. പോകുന്ന വഴിക്ക് വെച്ച് റഹ്മാനെ കൊന്നു കളയുന്നു. എന്നാൽ ബാക്കി ശത്രുക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം നമ്മുടെ ചുണക്കുട്ടൻ ബാക്കിയുള്ളവരെ കൂടെ തീർക്കാനായി അവന്റെ ഡയറിയിൽ അടുത്ത പ്ലാൻ എഴുതി വെക്കുന്നു.